ഇൻക്യുബേറ്ററിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ മുട്ട വയ്ക്കുന്നത് ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമ്മൾ മുട്ട വെച്ച് നല്ല 95-96% റിസൾട്ട് കിട്ടുകയെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമ്മളിത് 100 കോഴിമുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്ററാണ് കേട്ടോ. 100 കോഴിമുട്ട വയ്ക്കുന്നതിൽ ഒരു ഫാനും ഒരു ബൾബും അതിൻ്റെ ആവശ്യമുള്ളൂ ഇതിനകത്ത് കേട്ടോ. അത് നല്ല റിസൾട്ട് കിട്ടുന്ന ഇൻക്യുബേറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം ന്യൂസ് പേപ്പർ വിരിക്കണം. ഈ ന്യൂസ് പേപ്പർ വിരിക്കുന്നതിനറിയോ, നമ്മൾ ഈ വിരിയുന്ന സമയത്ത് ഈ ബ്ലഡ് ഉണ്ടാവും, ബ്ലഡ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെയൊക്കെ ബ്ലഡും അതിൻ്റെ ബാക്ടീരിയ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ ഒരു കുറേ വർഷത്തേക്ക് ഉപയോഗിക്കാനാണ് നമ്മൾ ഈ ന്യൂസ് പേപ്പർ വിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻക്യുബേറ്ററിനുള്ളിൽ കംപ്ലീറ്റും ബ്ലഡ് ആവും. അതിന് വേണ്ടിയാണ് അത് കംപ്ലൈൻറ്റ് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ന്യൂസ് പേപ്പർ വിരിക്കുക കേട്ടോ. ന്യൂസ് പേപ്പർ വിരിച്ച ശേഷം കണ്ടോ ഇതേപോലത്തെ ഒരു പാത്രം വെള്ളം നോക്കിയേ, ഇതാണോ 1 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ ബോട്ടിൽ ഇതാണോ ഒരു വരിൻ്റെ ഹൈറ്റ് പോലും വേണ്ട, ഒരു 3 ഇഞ്ച് ഹൈറ്റ് ഉണ്ടോ, ഇത്ര മതി. കട്ടി വെള്ളം, ഈ വെള്ളം ഈർപ്പത്തിന് വേണ്ടി വെക്കുന്നതാണ്. 1 ലിറ്റർ മിനറൽ വാട്ടർ ബോട്ടിൽ 1/4 ഭാഗം കട്ടിക്കുക. ഇത് 200-300 വെള്ളം കൊണ്ടാൽ മതി. ഇത്തിരി വെള്ളം കറക്റ്റ് ഫാനിൻ്റെ തൊട്ട് താഴെ വയ്ക്കുക കേട്ടോ. ഓക്കെ, ഈ ഫാനിൻ്റെ തൊട്ട് താഴെ വെള്ളം വെച്ചില്ലേ, നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതാ 45 മുട്ട, നാടൻ മുട്ട കേട്ടോ. വളരെ ചെറിയ മുട്ടയൊക്കെ ഉണ്ട് അതിൽ കണ്ടോ. നാടൻ മുട്ട പറയുമ്പോൾ 60 ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഇങ്ങനത്തെ മുട്ടയൊക്കെയാണെങ്കിൽ ഇതിനകത്ത് 100 മുട്ട കൊള്ളും കേട്ടോ. പക്ഷേ വലിയ മുട്ടയൊക്കെ ഗ്യാമപ്രിയയുടെ മുട്ടയൊക്കെയാണെങ്കിൽ നമുക്ക് 90 മുട്ട 85 മുട്ടയൊക്കെ കിട്ടുള്ളൂ. ഇതാകുമ്പോൾ നാടൻ കോഴിയുടെ മുട്ടയാണെങ്കിൽ 100 എണ്ണം സുഖമായിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് 55 മുട്ടയുണ്ട്. നമുക്ക് ഈ മുട്ട വെച്ച് നമുക്ക് ഇതിൻ്റെ വയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു കേട്ടോ. കട്ട് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയി സുഭാഷ് പിന്നെ വിളിക്കാൻ പറയാം. നമ്മൾ 40-ൻ്റെയും കുഴപ്പമില്ല ബൾബ്, 60-ൻ്റെയും കുഴപ്പമില്ല. അങ്ങനത്തെ ചില്ല് ബൾബ് ഉപയോഗിക്കുക, ചൂട് ബൾബ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇൻക്യുബേറ്റർ ചൂട് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ആവും. അപ്പോൾ മുട്ട വെച്ചു, മുട്ട വെച്ച ശേഷം നമ്മൾ ഇൻക്യുബേറ്റർ അടച്ചു. ഓക്കെ, നമ്മൾ ഈ മീറ്ററിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ചൂട് സെറ്റ് വെച്ചിരിക്കണം മീറ്റർ. അപ്പോൾ ഇതിനകത്ത് ആരും ഒന്ന് ചെയ്ത് മെക്കാനിച്ച് കഴിഞ്ഞാൽ ഇതിൽ 1/4 വർഷം മൊത്തം തെറ്റും. അപ്പോൾ ഇതിനകത്ത് ആരും ഈ ബോക്സ് തുറക്കാതിരിക്കുക. എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്നെ അറിയിക്കുക. 1 വർഷം വാറണ്ടി എന്നാൽ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇതിനകത്ത് ആരും മെക്കാനിച്ച് വേണ്ടി ലാസ്റ്റ് നമ്മൾ വീഡിയോ കോൾ ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നമ്മൾ 1/4 വർഷം ഈ മുട്ടയൊക്കെ വെച്ച് 1/4 വർഷം ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന രീതി കേട്ടോ. നമ്മൾ ഇതിനകത്ത് വെച്ചു, ഈ ടൂപ്പിൻ ബൾബിൻ്റെ ഇത് നമ്മൾ കുത്തി ഏതും വർക്കായില്ല കേട്ടോ. ഈ അഡാപ്റ്റർ കുത്തിയാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. 12 വാട്ടിൻ്റെ ഈ അഡാപ്റ്റർ കുത്തിയാൽ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. കണ്ടോ, ഈ അഡാപ്റ്റർ കുത്തി നമുക്ക് വളരെ കറണ്ട് ചാർജ് കുറവാണ് ഇതിൽ. നോക്കിയാൽ നമ്മൾ AC DC ആക്കിയിരിക്കുന്നത് കണ്ടോ, ഇത് കുത്തിയത് മാത്രമേ വർക്കാവുള്ളൂ അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ ഇത് മുട്ട വയ്ക്കുന്നത് നമുക്ക് ഇത് ഓക്കെ അല്ലേ. ഇനി മുട്ട തിരിച്ചു കൊടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പിടിക്കും സുഭാഷ്. മുട്ട നമ്മൾ എന്ത് ഈ 5 വിരൽ ഇതിനകത്ത് വെക്കുക. നോക്കിയാൽ 5 വിരൽ ഇതിനകത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതെങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. നോക്കിയാൽ ഇത് കാണിക്കണം, ക്യാമറ കൊടുക്കുക. ജസ്റ്റ് അങ്ങനെ ക്യാമറ ഇങ്ങനെ കാണിക്കണം, താഴത്ത് കാണിക്കണം. ജസ്റ്റ് 5 വിരൽ വയ്ക്കുക. ഈ 5 വിരൽ കോഴിമുട്ട വയ്ക്കുക. ഇതങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. നോക്കിയതാ മെല്ലെ അനക്കുക. ഒരു 1/2 മിനിറ്റ് പോലും വേണ്ട ഈ മുട്ട തിരിച്ചു കൊടുക്കാൻ. നമ്മൾ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആകുമ്പോൾ ഇവിടുത്തെ ജസ്റ്റ് മുട്ട ഇതങ്ങനെ മാത്രം അനങ്ങുള്ളൂ. ഈ അടിയിലൊന്നും കൃത്യമായി ചൂടൊന്നും കിട്ടില്ല. മനസ്സിലായി. നമ്മൾ ഒരു പ്രൊഡക്റ്റിന് കംപ്ലൈൻറ്റ് പറയില്ല. ഇതാകുമ്പോൾ നിങ്ങൾക്ക് 2 നേരം 3 നേരം ജസ്റ്റ് ഇതങ്ങനെ ഒന്ന് അനക്കി കൊടുക്കേ വേണ്ടുള്ളൂ. അത്ര സിമ്പിൾ പണിയാണത്. മനസ്സിലായി. ഓട്ടോമാറ്റിക് നമ്മൾ ഇത് ട്രൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് വലിക്കും പിടിക്കും ചെയ്യുക. അത് നമുക്ക് മനസ്സ് തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഒരു കർഷകന് 1/2 മിനിറ്റ് സമയം വേസ്റ്റാക്കാത്ത കർഷകൻ എന്താ കാര്യം. നമ്മളൊരു മുട്ട വിരിയിപ്പിക്കുന്നത് നമ്മൾ ഒരുപാട് ഇതാകുന്നുണ്ട്. ഒരു 1/2 മിനിറ്റ് നമുക്ക് കോഴിമുട്ട വന്നിട്ടാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കാൻ എനിക്ക് തോന്നുന്നു ഇത് വലിയ പണിയൊന്നുമല്ലാതെ എനിക്ക് തോന്നുന്നു. മനസ്സിലായോ. അപ്പോൾ ഇതേപോലെ കണ്ടാ ഈ ഓരോ ദിവസം ഓരോ മുട്ടയൊക്കെ എടുക്കുമ്പോൾ നല്ല വെയിറ്റൊക്കെ കാണണം. ഇതിപ്പോൾ ഒരു 7 ദിവസം 8 ദിവസമൊക്കെ ആകുമ്പോൾ ഓരോ ദിവസം വളർച്ച കാണാം നമുക്ക്. ഈ വളർച്ച കാരണം വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർച്ച ആകുന്നത്. നമുക്കിതിനകത്ത് 7 ദിവസമൊക്കെ ആകുമ്പോൾ ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ നരമ്പ് കാണാം. ഈ നരമ്പുള്ള മുട്ട മാത്രം വയ്ക്കുക. പ്ലെയിനായിട്ട് കാണുന്ന മുട്ടയൊക്കെ നമുക്ക് മാറ്റാം. മനസ്സിലായി. 7 ദിവസം കഴിഞ്ഞാൽ എത്ര മുട്ട വിരിയാന്ന് നമുക്ക് 7ാമത്തെ ദിവസം അറിയാം. അതേപോലെ നമ്മൾ ഈ ഇൻക്യുബേറ്റർ വയ്ക്കുന്നത് ഈ ഷീറ്റ് ഇട്ട റൂം. ഇപ്പോൾ ഇതിന് മുകളിൽ ഷീറ്റാണ്, നമ്മളിതിന് മുകളിലൊക്കെ ഷീറ്റാണ്. നമ്മൾ ഇതിനകത്ത് തെർമോക്കോളിൻ്റെ ഷീറ്റ് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരു ഉച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു
39 ഡിഗ്രി ചൂട് ഇതിനകത്ത് ഉണ്ടാവും, ഈ റൂമിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ഇത് കാലത്തായതുകൊണ്ട് ഇപ്പോൾ 29-30 ഡിഗ്രീൻ്റെ അകത്ത് ചൂടുപൊടിയുണ്ട് കാലത്തായതുകൊണ്ട് കേട്ടോ. ഇനി ഉച്ചയാകുന്ന സമയത്ത് ഒരു മണി 2 മണി സമയത്ത് ഇവിടെ 40 ഡിഗ്രി നല്ല സമയത്ത് ചൂടാവും. അപ്പോൾ ഇതിനകത്ത് കുഞ്ഞുങ്ങളുടെ ചൂടുണ്ടാവും. അപ്പോൾ ഇൻക്യുബേറ്ററിൻ്റെ മറ്റേ ഷീറ്റ് ചൂടാകുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി തണുപ്പുള്ള സ്ഥലത്ത് വയ്ക്കുക, തണുപ്പുള്ള ഭാഗത്ത് ഇൻക്യുബേറ്റർ മുട്ട വയ്ക്കുക, വിരിയിപ്പിക്കുക. ഷീറ്റിട്ട റൂമിൽ പരമാവധി വയ്ക്കാതിരിക്കുക വേനൽക്കാലത്ത്. മഴക്കാലത്ത് വെച്ചാൽ കുഴപ്പമില്ല, മനസ്സിലായില്ലേ? ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ നല്ലതാണ്. അപ്പോൾ ഈ വെള്ളം കഴിയാറാകുമ്പോൾ ജസ്റ്റ് ഈ വെള്ളം കഴിയാറാകുമ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് മെയിൻ പണി ഓട്ടോമാറ്റിക്കും മാനുവലിൻ്റെ പ്രത്യേകിച്ച് പണിയെന്നറിയോ, ഇത് ഈ 5 വെല്ല് വയ്ക്കുക, ഇതാ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. വേറെ ഒരു പ്രത്യേകിച്ച് പണി ഇതാ 1/2 മിനിറ്റ് പോലും വേണ്ട. അതൊക്കെ ഇതാ ജസ്റ്റ് ഇതാ കണ്ടില്ലേ, ഇതാ ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള പണി മാത്രം അതിനും ഇതിനകത്ത് വ്യത്യാസമുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. നമ്മളത് എത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാൽവേഷൻ ചെയ്തിട്ടുണ്ടാവും. ഓരോ മീറ്റർ വെച്ച് 4 ഭാഗത്തും ചൂട് സെറ്റ് ചെയ്ത് എല്ലാ ഭാഗത്തും ചൂട് സെറ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ ബോക്സ് ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റും വീഴുന്ന ഒരു ഇൻക്യുബേറ്റർ ഉണ്ടാകുമ്പോൾ കാൽവേഷാണ് മെയിൻ. അതിന് വെള്ളം വയ്ക്കുന്ന ഇമ്പോർട്ടൻ്റ് വലുത്. ആ വെള്ളം വയ്ക്കുന്നത് കറക്റ്റായാൽ നമുക്ക് നല്ല 99% നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാ ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മുട്ട വയ്ക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് കാണാം. അതായത് 200 മുട്ട വയ്ക്കുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിനകത്ത് 2 ഫാൻ 2 ബൾബ് വരിക. 200 മുട്ട വയ്ക്കുന്ന ഇൻക്യുബേറ്റർ 2 ഫാൻ 2 ബൾബ്. അപ്പോൾ ഇതേപോലത്തെ ഒരു വെള്ളം അപ്പുറത്തെ ഫാനിൻ്റെ കൂട്ടി എക്സ്ട്രാ വയ്ക്കുക. ഇത് 100ൻ്റെ ഒരു ബൾബ് ഒരു ഫാനും, 200 2 ബൾബ് 2 ഫാനും വരും. അപ്പോൾ 200 ഒരു പാത്രം വെള്ളം എക്സ്ട്രാ വയ്ക്കുക, ഒരു ബൾബ് എക്സ്ട്രാ ഇട്ട് കൊടുക്കണം. നമ്മൾ 2 ബൾബും 2 ഓർഡർ ഇട്ട് കൊടുക്കുന്നത്. ആ 2 ബൾബിലും 2 ഓർഡർ 2 ബൾബ് ഇട്ടുക, 2 ഫാൻ ചോട്ട് 2 പാത്രം വെള്ളം വെച്ച് കൊടുക്കുക. നല്ല കറക്റ്റ് ഈർപ്പവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിട്ടും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ആവും ഓഫും ആവും. ചിലപ്പോൾ ഇത് ചൂട് നമ്മൾ 37.7 സെറ്റ് ചെയ്തില്ല, 37.7 ആകുമ്പോൾ ഓഫാവും. ഈ ഓഫാകുന്ന കണ്ടിട്ട് ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആകാൻ വേണ്ടതാണ്ടാവും. ഇപ്പോൾ ഓഫായി ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആകാൻ വേണ്ട ആരും മെക്കാനിക്കാൻ നിൽക്കണ്ട കേട്ടോ. വയറെന്തൊന്നും മെക്കാനിക്കാൻ നിൽക്കണ്ട. നമ്മൾ പ്രത്യേകിച്ച് ചില ആളുകൾക്ക് മെയിൻ സംഭവം എന്ന് പറയുക ഇൻക്യുബേറ്റർ പെട്ടെന്ന് ഓട്ടോമാറ്റിക് ഓഫാകുകൊണ്ട് ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആയി വരാം, ഓണായി ഇനി ഓഫാവും. അപ്പോൾ ഓഫാകുമ്പോൾ ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആയത് വേണ്ടി നിൽക്കണ്ട. എപ്പോഴും 37 ഡിഗ്രി ചൂടിന് മേലെ 37 ഡിഗ്രി താഴെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബൾബ് പീസായിട്ട് നോക്കുക കേട്ടോ. ബൾബ് പീസായിട്ട് ബൾബ് മാറ്റുക. ഒരു 38 മേലെ പോവുകയാണെങ്കിൽ ഒന്ന് 38 മേലെ ബൾബ് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി കേട്ടോ. ബാക്കിയൊന്നും സംഭവിക്കില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ബൾബ് ഓഫാകുന്നതുകൊണ്ട് ഇൻക്യുബേറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് മെക്കാനിക്കാൻ നിൽക്കണ്ട കേട്ടോ. അത് ഞാൻ എന്താ പറയുക, എല്ലാവരും മിക്കവാറും ആളുകൾ ചെയ്യുന്ന പണിയാണത്. അതേപോലെ ഈ ബോക്സ് തോന്നിട്ട് ചിലപ്പോൾ അമർത്തി നോക്കാറുണ്ട്. ഈ ബോക്സ് അമർത്തി നോക്കണം. ഈ അമർത്തി നോക്കി കഴിഞ്ഞാൽ കാൽവേഷം മുഴുവൻ തെറ്റും. അങ്ങനെ എൻ്റെ ഉറക്കങ്ങളിൽ ആൾക്കാർ കുറേ ഉണ്ട്. അത് കാര്യം എനിക്ക് ഒരുപാട് കോൾ മെസ്സേജ് വരുന്നതാണ്. ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടി ഇത് അമർത്തിക്കൊണ്ടിരിക്കും. അമർത്തിയിട്ട് കാൽവേഷം മൊത്തം തെറ്റും. നമ്മളിവിടെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് കാൽവേഷം ചെയ്തതുപോലെ എല്ലാം നമ്മൾ ഫോണിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, ഇൻക്യുബേറ്ററിൽ മുട്ട വയ്ക്കുന്ന രീതിയെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.